ബാബ അത് തിരക്കി നിങ്ങൾ പിന്തുണയുണ്ടെങ്കിൽ ബാബ പറയട്ടെ, ബിനു വാഴമുട്ടത്തിന് ഞങ്ങളുടെ പിന്തുണയുണ്ട്. അല്ല അച്ഛനാണ് പറയുന്നത്. അച്ഛൻ പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ബാബ കൊടുക്കട്ടെ. ബാബ പിന്തുണ കൊടുക്കണം, ഞാനും കൂടെ നിൽക്കും. ഞങ്ങളെല്ലാം കൂടെ കട്ടാക്കി ബിനുവിന്റെ കൂടെ നിൽക്കും. അത് വേറെ വിഷയം. ഞങ്ങൾ കഞ്ഞിക്കുഴി മണ്ണാട ഞങ്ങൾ അടുത്തടുത്തുള്ള ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങളുടെ മത്തായി ബാബ പറഞ്ഞ ഞാനും കൂടെ നിൽക്കും. 3 ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് അംഗീകാരമുള്ളൂ. 12 കൊല്ലം കഴിഞ്ഞ് ഹദാസിലായിരിക്കുന്ന എത്രാം കക്ഷിക്കാർക്ക് പള്ളി വെക്കാൻ വേണ്ടി അവർ ഈ കറ്റോട് ഒരു പള്ളി വെക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. അനുമതി നിഷേധിക്കപ്പെട്ടു. ക്രിസ്ത്യൻ ലീഡേഴ്സ് ആദ്യം മനസ്സിലാക്കണം, ഈ പെന്തക്കോസ്തുകാർ നിങ്ങൾക്ക് ഒരു ബാധ്യതയാവും. ഞാനത് ഛത്തീസ്ഗഡിലെ വിഷയം എന്ന് പറഞ്ഞ കത്തോലിക്കോട് പറഞ്ഞ ഇവരുമായിട്ടുള്ള ചെങ്ങാത്തം നല്ലതല്ല. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബയുടെ മേൽ പരിശുദ്ധ റൂഹായുടെ വലിയൊരു ആവാസം ഉണ്ടാകുകയാണ്. സുപ്രീം കോടതി നമ്മുടെ മത്തായി ബാബ കൊടുത്ത കടലാസ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ യാക്കോബായക്കാർക്ക് ജീവൻ കിട്ടി. ഇത് രണ്ടും 2 സഭയാണ്. യാക്കോബായ സഭ പൂർവികമായി 1925 കറ്റോട് നിങ്ങൾക്ക് പള്ളി വെക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആധികാരിക സഭയായിട്ട് ഇപ്പോൾ യാക്കോബായ സഭയുണ്ട്. പൂർവിക പുരാതന സഭ രണ്ടും 2ആണ്. മത്തായി ബാബ എഴുതി കൊടുത്തതോടുകൂടെ യാക്കോബായക്കാർക്ക് അസ്തിത്വമായി. അപ്പൊ യാക്കോബായക്കാർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം നടന്ന കാര്യം ഞാനിപ്പോ ഞങ്ങൾക്ക് ആരാധിക്കണം എന്നൊരുത്തം പറയാം. എന്താണ് ആരാധന? ആരാധന ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഈ പെന്തക്കോസ്തുകാരുടെ ഹോള് പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടോ? പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അംഗീകാരമുള്ള സഭകൾക്കേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആ അംഗീകാരം പൂർവികമായിട്ട് കത്തോലിക്ക സഭയ്ക്കും ആംഗ്ലിക്കൻ സഭയ്ക്കും യാക്കോബായ സഭയ്ക്കും മാത്രമേ ഉള്ളൂ. 3 ക്രിസ്തീയ വിഭാഗങ്ങൾക്കേ അംഗീകാരമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. 1923-25 കാലഘട്ടങ്ങളിൽ ഈ വീരരാഘവയ്യരുടെ കോടതി യാക്കോബായ പക്ഷത്തിന് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോ ബദലായിട്ട് മെത്രാൻ കക്ഷിക്കാർ വാഴിച്ച മുറിമറ്റത്ത് പൗലൂസ് പാമ്പാക്കട തോട്ടി വെച്ച് വെള്ളിടി വെട്ടി മരിച്ച് പിന്നെ 12 കൊല്ലം കഴിഞ്ഞ് ഹദാസിലായിരിക്കുന്ന മെത്രാൻ കക്ഷിക്കാർക്ക് പള്ളി വെക്കാൻ വേണ്ടി അവര് ഈ കറ്റോട് ഒരു പള്ളി വെക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. കാരണം ഇന്നത്തെ പോലെ പെന്തക്കോസ്തുകാരെ പോലെ വെച്ചിട്ട് അങ്ങ് തുടങ്ങാം. പക്ഷേ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് അനുമതി നിഷേധിക്കപ്പെട്ടു. യാക്കോബായക്കാരുടെ അനുവാദം വേണം. അപ്പം യാക്കോബായ പള്ളി വെക്കാൻ. അപ്പൊ അങ്ങനെ അവരോട് തഹസീൽദാർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വേറൊരു പേരുണ്ടാക്കണം, വേറൊരു സഭയാകണം. അങ്ങനെയാണ് അവർ ഈ ഓർത്തഡോക്സ് എന്ന പേരിൽ പള്ളി വെക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് എന്ന പേരിൽ. അങ്ങനെ പിന്നീട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബായ സഭയ്ക്ക് പൂർവികമായി സിദ്ധിച്ചിരിക്കുന്ന ഈ ഔദ്യോഗികത, ഈ ആധികാരികത തങ്ങളുടേതാക്കി മാറ്റാൻ അവരെഴുതി വെച്ച അവരുടെ ഭരണഘടനയിൽ യാക്കോബായ എന്ന് പണ്ട് കാലങ്ങളിൽ പിശകായി വിളിച്ചിരുന്ന സഭയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ പൂർവികമായ പുരാതനമായ ആധികാരികതയുള്ള ആ ഔദ്യോഗിക സഭയാണ് ഞങ്ങളുടേതെന്ന് ഗോപ്യമായിട്ട് 34 എഴുതി വെച്ചു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ 25 അവർക്ക് കിട്ടിയ ഈ അടി 9 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഭരണഘടനയിൽ ഒരു കുറിമാനം ഉണ്ടാക്കി. ഇതറിയാതെ യാക്കോബായക്കാര് കേസും നടത്തി, അതുവഴി ഇതുവഴി നടന്നു. അവസാനം യാക്കോബായക്കാര് എന്തായി തീർന്നു? അനൗദ്യോഗിക ഗ്രൂപ്പായി തീർന്നു, നൾ ആൻഡ് വോയിഡ് ആയി തീർന്നു. യാക്കോബായക്കാർക്ക് പള്ളി വെക്കാൻ പറ്റില്ല. യാക്കോബായക്കാർക്ക് പള്ളി വെക്കാൻ, കാരണം യാക്കോബായ എന്ന് പറഞ്ഞൊരു സഭ എങ്ങനെ പള്ളി വെക്കാൻ പറ്റുന്നത്? വാലിഡിറ്റി ഇല്ല. മനസ്സിലായി? അപ്പോഴാണ് പെന്തക്കോസ്തുകാർ നിർബാധം കേരളം മുഴുവൻ ഹോൾ വെച്ച് ആ വർഷിപ്പ് സെന്റർ, ഈ വർഷിപ്പ് സെന്റർ, ശാലേമേ, കൂലേമേ, ബദലെ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നേ. ചുമ്മാ വെക്കുന്നതാണ്. ഒരു പഞ്ചായത്ത് കറക്റ്റ് കടലാസ് കൊടുത്താൽ പെന്തക്കോസ്തുകാരുടെ ഹോൾ പൂട്ടി വീട്ടിൽ പോകണം. ക്രിസ്ത്യാനികൾക്കൊരു ബാധ്യതയാവുകയാണ് പെന്തക്കോസ്തുകാർ. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യൻ ലീഡേഴ്സ് ആദ്യം മനസ്സിലാക്കണം, ഈ പെന്തക്കോസ്തുകാർ നിങ്ങൾക്കൊരു ബാധ്യതയാവും. ഞാനത് ഛത്തീസ്ഗഡിലെ വിഷയം വന്നപ്പോൾ പറഞ്ഞ കത്തോലിക്കരോട് പറഞ്ഞ ഇവരുമായിട്ടുള്ള ചെങ്ങാത്തം നല്ലതല്ല. കത്തോലിക്ക കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ ഓരോ സ്ഥലത്ത് നിന്ന് സാധുജന സേവനം നടത്തുകയും അനാഥരെ സംരക്ഷിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അങ്ങനെ പല രീതിയിലുള്ള ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ സേവന പ്രവർത്തനമൊക്കെ നടത്തും. അതിന്റെ മറവിൽ ഈ പെന്തക്കോസ്തുകാർ അങ്ങോട്ട് എന്ന് വെച്ച് പെട്ടെന്ന് ഡ്രമ്മടിയായി, ആരാധനയായി, വരൂ യേശു ഇവിടെ അത്ഭുതം വാരി വിതറുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിപ്പിച്ച് മതപരിവർത്തനം നടത്തും. അപ്പോൾ തദ്ദേശവാസികളായ ഹൈന്ദവരുമായിട്ടോ സംഘികളുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുമായിട്ടൊക്കെ സംഘർഷം ഉണ്ടാവും, ഉരസലുണ്ടാവും, സ്വാഭാവികം.
അപ്പൊ അങ്ങനെ ഉണ്ടായി ഒന്നും രണ്ടും പറയുമ്പോൾ ഇവര് ഗുണ്ടായി സർക്കും. അവർക്കിട്ട് അടിച്ചിട്ട് ഓടി എവിടെ കയറും? കത്തോലിക്കരുടെ മഠത്തിലും പള്ളിയിലും അഭയം തേടും. പിന്നെ അവസാനം അവർ തിരിച്ചടിക്കാൻ വരുമ്പം കത്തോലിക്ക പള്ളിയോ യേശുവിന്റെ രൂപമോ കന്യാസ്ത്രീയമ്മയുടെ രൂപമോ ഒക്കെയാണ് കാണുന്നത്. അത് അവർ തല്ലിപ്പൊട്ടിക്കും. ഇത് സ്ഥിരം പരിപാടിയായിട്ട് മാറിയതാണ്. അപ്പൊ ഞാൻ 6 വർഷം മുമ്പ് ഛത്തീസ്ഗഡിൽ നടന്നോ പറഞ്ഞ ഈ പെന്തക്കോസ്തുകാര് ക്രിസ്ത്യാനികൾക്ക് ഒരു ബാധ്യതയായി മാറും. ഇപ്പൊ കേരളത്തിൽ അത് തുടങ്ങിയിട്ടുണ്ട്. ഇവരോരോ കന്നന്തിരിവ് കാണിച്ചിട്ട് പൊതുസമൂഹത്തെ നോക്കി വെല്ലുവിളിക്കുന്നു, അധികാരികളെ നോക്കി വെല്ലുവിളിക്കുന്നു. അവസാനം ഇന്ത്യൻ ഓർത്തഡോക്സിലെ അച്ഛൻ വിളിച്ച് ഈ ബിനു വാഴമുട്ടത്തോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ആ പാസ്റ്റർ ബിനു വാഴമുട്ടം പറയുന്നുണ്ട്, അത് ഇന്ത്യൻ ഓർത്തഡോക്സിലെ കാതോലിക്ക ബാവ തിരക്കണം കേട്ടോ, ഏതച്ഛനാ വിളിച്ചതെന്ന്. ബാവ അത് തിരക്കി, നിങ്ങൾ പിന്തുണയുണ്ടെങ്കിൽ ബാവ പറയട്ടെ, ബിനു വാഴമുട്ടത്തിന് ഞങ്ങളുടെ പിന്തുണയുണ്ട്. നല്ല അച്ഛനാണോ പറയുന്നത്? അച്ഛൻ പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ബാവ കൊടുക്കട്ടെ. ബാവ പിന്തുണ കൊടുക്കണേ ഞാനും കൂടെ നിൽക്കും. ഞങ്ങളെല്ലാം കൂടെ കട്ടാക്കി ബിനുവിന്റെ കൂടെ നിൽക്കും. അത് വേറെ വിഷയം. കാരണം ഞങ്ങൾ കഞ്ഞിക്കുഴി മണ്ണാട ഞങ്ങൾ അടുത്തടുത്തുള്ള ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങളുടെ മത്തായി ബാവ പറഞ്ഞ ഞാനും കൂടെ നിൽക്കും. അപ്പൊ ഒരു കാര്യമല്ല, അല്ല അച്ഛനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ യാക്കോബായക്കാർ ഇങ്ങനൊരു പ്രതിസന്ധിയിലായിപ്പോയി. കാരണം ഈ തങ്ങളുടേതായ അധികാര അവകാശങ്ങൾ, ഐഡന്റിറ്റി എല്ലാം മെത്രാൻ കക്ഷിക്കാർ കൊണ്ടുപോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സഭാ കേസുകളെ പറ്റിയൊക്കെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവൊക്കേഷൻ ഓഫ് സെയിൻസ് ആണ്. അവസാനമാണ് ഞങ്ങൾ ഈ മീശപ്പുലിമലയുടെ മുകളിൽ പ്രാർത്ഥനയ്ക്ക് കൂടിയപ്പോൾ വിശുദ്ധന്മാരുടെ സഹായം അഭ്യർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈ വലിയ പ്രതിസന്ധി യാക്കോബായ സഭ രക്ഷപ്പെടണ്ടേ. അങ്ങനെയാണ് ഈ നമ്മുടെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ മേൽ പരിശുദ്ധ റൂഹായുടെ വലിയൊരു ഒരു ആവാസം ഉണ്ടാകുകയാണ്. ഈ ആവാസം ഉണ്ടായിട്ട് ഇദ്ദേഹം പെട്ടെന്ന് പേപ്പറും പേനായും എടുത്ത് എഴുതി, ഇത് തികച്ചും 2 സഭകളാണ്, ഇത് വേറെ സഭയാണ്, ഞങ്ങളുടെ വേറെ സഭയാണ്, വേറെ പാരമ്പര്യമാണ്, അവരുടേത് വേറെ സഭയാണ്, യാക്കോബായ വേറെ സഭയാണ്. കൊണ്ട് സുപ്രീം കോടതി കൊണ്ട് കൊടുത്തു വന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്ക് പെട്ടെന്ന് സ്ഥലകാല ബോധമെല്ലാം വന്നു. പെട്ടെന്ന് അയ്യോ ഞാൻ എന്നതാ ചെയ്തത്, ഞാൻ എന്നെ എഴുതി കൊടുത്തേ. അപ്പൊ പറഞ്ഞു ബാബാതിരുമേൽ ഇത് 2 സഭയാണെന്ന് എഴുതി കൊടുത്തു. അയ്യോ നശിച്ചേ. പെട്ടെന്ന് പോയി സുപ്രീം കോടതി പറഞ്ഞു, ഞാൻ ഈ വെള്ളിയാഴ്ച ഒരു കടലാസ് അവിടെ തന്നായിരുന്നു, കിട്ടി, അത് ഫയൽ വെച്ചിട്ടുണ്ട്, അല്ല അതൊരു അബദ്ധം പറ്റിപ്പോയത്, അതിഞ്ഞ് തരണം. എടാ പള്ളിയുടെ ഭണ്ണാരത്തിൽ പൈസ ഇട്ടാ തിരിച്ചെടുക്കാൻ നിങ്ങൾ സമ്മതിക്കുവോ? പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ബോക്സിൽ എഴുത്തിട്ട് കഴിഞ്ഞാൽ ആ എഴുത്ത് ഞാനിട്ട് എഴുത്താന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റിയല്ല. അതുപോലെ തന്നെ ആനയുടെ കൊണ്ടൊരു കരിമ്പിന്റെ കഷ്ണം കൊടുത്തിട്ട് ആനയോട് പറയാം, അയ്യോ സോറി ഇങ്ങോട്ട് തരാൻ പറ്റും, ആന തരുവോ? ഇല്ല. സുപ്രീം കോടതി നമ്മുടെ മത്തായി ബാവ കൊടുത്ത കടലാസ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ യാക്കോബായക്കാർക്ക് ജീവൻ കിട്ടി. ഇത് 2 സഭയാണ്. അപ്പൊ യാക്കോബായ സഭ പൂർവികമായി 1925 കറ്റോട് നിന്നോക്ക് പള്ളി വെക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആധികാരിക സഭയായിട്ട് ഇപ്പൊ യാക്കോബായ സഭ ഇവിടെ ഉണ്ട്. പൂർവിക പുരാതന സഭ 2 മത്തായി ബാവ എഴുതി കൊടുത്തോടുകൂടെ യാക്കോബായക്കാർക്ക് അസ്തിത്വമായി. ഇപ്പൊ യാക്കോബായക്കാർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം നടന്ന കാര്യം ഞാനീ പറഞ്ഞു. നമ്മുടെ മത്തായി ബാവയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസുള്ളവനായിട്ട് അവൻ ഇരിക്കട്ടെ. പക്ഷെ പെന്തക്കോസുകാർക്ക് വേണ്ടി അങ്ങനെ ഒരു തങ്കച്ചെറുകടിയൊന്നും കേട്ടില്ല. പെന്തക്കോസുകാർക്ക് വേണ്ടി ആകെ പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ പെന്തക്കോസുകാർക്ക് അംഗീകാരം കിട്ടി. അതൊരു ജിയോ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, ഗവൺമെന്റ് ഓർഡർ ആയിട്ടൊന്നും വന്നില്ല. അത് സതീശന്റെ കാലത്ത് വരുമായിരിക്കും. ഇനി വന്നാലും പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം നടത്തണമെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പ് അഥവാ പഞ്ചായത്തിന്റെ അനുവാദം ഇല്ലാതെ ആ പഞ്ചായത്തിൽ നടക്കില്ല സുഹൃത്തെ. കശാപ്പ് കട നടത്തുന്ന അനുവാദം വേണം, ചെരുപ്പ് കട നടത്തുന്ന അനുവാദം വേണം. ഇത്രയും നാള് പെന്തക്കോസുകാരന് ഈ ചെരക്കാൻ വേണ്ടി ഒരനുവാദം വേണ്ടായിരുന്നു. ഇനി തൊട്ട് ഗുണ്ടാ തോമായ പോലെയുള്ളവന്മാർക്ക് ചെരക്കണമെങ്കിൽ അനുവാദം വേണം. അതുകൊണ്ട് ഓമല്ലൂർ പഞ്ചായത്തിന്റെ നടപടികൾക്ക് ഒരു ദോഷവുമില്ല. ഓമല്ലൂർ പഞ്ചായത്തുകാര് അനുവാദം ഇല്ലെന്ന് പറഞ്ഞാൽ അനുവാദമില്ല, കെട്ടിട ഉടമ മനസ്സില്ലെന്ന് പറഞ്ഞാൽ മനസ്സില്ല, അവിടെ പരിപാടി നടക്കത്തില്ല.